ഏവർക്കും നമസ്കാരം. അക്ഷരക്കളരിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് HSST മലയാളം പഠിക്കാൻ എവിടെ ചേരണം എന്നുള്ളതിനെ കുറിച്ചാണ്. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർക്ക് എവിടെ വേണമെങ്കിലും ചേരാം. കുറച്ച് പൈസയുണ്ടെങ്കിൽ വലിയ വലിയ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് അവൈലബിൾ ആണ്. എന്നാൽ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന വീട്ടമ്മമാരായ നമ്മൾ എവിടെ ചേരണം, എന്തു പഠിക്കണം എന്നുള്ളത് ആശയക്കുഴപ്പമാണ്. പല പല കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നതിനാൽ ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. ചിലർ സ്കൂളിൽ പോകുന്നുണ്ടായിരിക്കാം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ പല പല കാര്യങ്ങളിലൂടെ പോകുന്ന നമ്മൾ വലിയ പൈസയൊക്കെ കൊടുത്ത് വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചേർന്നാൽ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മൊത്തത്തിൽ നഷ്ടമല്ലേ? അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകൾ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. നെറ്റ്, സെറ്റ്, കേട്ടറ്റ് ഇതൊക്കെ ഇല്ലാത്തവർക്ക് ഒരിക്കലും ഇങ്ങോട്ട് പ്രവേശനമില്ല, അത് വേറെ കാര്യം. ഇപ്പോൾ സെറ്റ് കിട്ടിയ ഒരാളാണെങ്കിൽ നെറ്റിന് വേണ്ടി പരിശ്രമിക്കുക, നെറ്റ് കിട്ടിയ ആളാണെങ്കിൽ JRFന് വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നു കിട്ടുന്നില്ല എന്നുള്ളതല്ല, നിങ്ങൾ സബ്ജക്റ്റിൽ നിന്ന് വിട്ടുപോവില്ല. പിന്നീട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെറ്റും JRFും കിട്ടിയവരാണെങ്കിൽ അടുത്തടുത്ത് വരുന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് അത് പഠിക്കാൻ അല്ലെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ശ്രമം കൂടി നടത്തണം. അതിൽ നിന്നൊക്കെ ഉറപ്പായിട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കും. അല്ലെങ്കിൽ തന്നെയും ആ ഒരു മോഡലിലൊന്നും അല്ല എങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഒരുപാട് സഹായകമാകും. അതുകൊണ്ട് തന്നെ അടുത്തടുത്ത് നടക്കുന്ന എല്ലാ പരീക്ഷകളിലും മലയാളത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക. പ്രത്യേകിച്ച് PSC പോലുള്ള എക്സാമുകളിൽ മലയാളം കട്ടിയാകുന്നുണ്ട്. അപ്പം വരുന്ന എല്ലാ പരീക്ഷകളിലും PSC ഒരാഴ്ച എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്, ആ ക്വസ്റ്റ്യൻസൊക്കെ PSCയുടെ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഒരുപാട് തേടി പോകേണ്ട കാര്യം വരുന്നില്ല. PSCയുടെ, നെറ്റിൻ്റെ, സെറ്റിൻ്റെ, കേട്ടറ്റിൻ്റെ, CTETൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്. ചിലവ് കുറഞ്ഞ ഒരു കാര്യം കൂടിയാണ് അത്. പിന്നീട് എവിടെ ചേരണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് കോച്ചിങ് സെൻറ്ററുകളുണ്ട്. അതായത് വലിയ വലിയ ആപ്പുകൾ നൽകുന്ന ക്ലാസ്സുകളോ അല്ലെങ്കിൽ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നൽകുന്ന ക്ലാസ്സുകളോ അല്ല. അതായത് ചെറിയ ചെറിയ തുകയ്ക്കൊക്കെ നൽകുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ മലയാളത്തിൽ ഉണ്ട്. അതായത് ഈ നമ്മുടെ മിക്ക ക്ലാസ്സുകളും, മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ മിക്കത് നടക്കുന്നത് ടെലിഗ്രാമിലാണ്. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാമുകൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകളും ഫീ കുറഞ്ഞ ക്ലാസ്സുകളുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ നെറ്റിൻ്റെയും സെറ്റിൻ്റെയൊക്കെ ക്ലാസ്സുകൾ അവൈലബിൾ ആക്കുമ്പം നമ്മുടെ സിലബസുമായിട്ട് ഏകദേശം മാച്ചുള്ള സിലബസാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സെക്ഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിലബസും കിട്ടും, കുറച്ച് പൈസയ്ക്കുള്ളതും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് ആ ഒരു ബേസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് വിട്ട് നിൽക്കാതിരിക്കാനൊക്കെ ഇതൊക്കെ സഹായകമാകും. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗ്രൂപ്പ് സ്റ്റഡികൾ നടത്തുക. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായിട്ട് ഗ്രൂപ്പ് സ്റ്റഡികൾ നടത്തുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യണം, മലയാളം ക്ലാസ്സുകൾ കേൾക്കണം, ഗ്രൂപ്പ് സ്റ്റഡി നടത്തണം. അടുത്തതായി നടന്നിട്ടുള്ള എല്ലാ പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് പഠിക്കണം. ഇനിയും HSSTയുമായിട്ടുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. താങ്ക്